സ്നേഹനന്ദങ്ങൾ പ്രിയുള്ളവരെ, പാഠഭേദമാണ് കേട്ടോ. യാത്രയിലാണ്, കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ സമയങ്ങളുടെ ചുരുക്കം കൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ പാഠഭേദത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ 1-2 വീഡിയോ കണ്ടപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS. അദ്ദേഹം പലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെയൊക്കെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും വിവാദമാകുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്രാവശ്യവും ഇറാൻ യുദ്ധവുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. ആസാദിയുടെ പ്രേക്ഷകർ ചിലർ എനിക്ക് ആ വീഡിയോ ഇട്ട് തന്നിട്ട് പറഞ്ഞു, മാസ്റ്റർ ഇതിനൊരു പ്രതികരണം ചെയ്യണം. ഞാൻ അപ്പോൾ വേണ്ട എന്നൊക്കെ ചിന്തിച്ചു. കാരണം അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ 1-2 വീഡിയോയ്ക്ക് ഞാൻ പ്രതികരണം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി വേണ്ട എന്നൊക്കെയാണ് ചിന്തിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രതികരിച്ചേ മതിയാകുകയുള്ളൂ എന്ന് എനിക്ക് ഒരു തോന്നലുണ്ടായി. അതുകൊണ്ട് പാഠഭേദത്തിലൂടെ പ്രതികരിക്കുകയാണ്. ക്രിസ്തീയ വിശ്വാസമുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഈ വീഡിയോയിൽ ഞാൻ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ആ വീഡിയോയിൽ ഉള്ള 2 പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. പാർശ്വലി ചില സത്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഭാഗിക സത്യങ്ങൾ നമുക്ക് ഒരു പ്രത്യേക അജണ്ടയ്ക്ക് വേണ്ടി ആശയം പറയാൻ വേണ്ടി ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ ആ വീഡിയോയിലുമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ അഡ്രസ്സ് ചെയ്തേ മതിയാകുകയുള്ളെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒന്നാമത്തെ പ്രശ്നം ഫാക്ച്വൽ എറേഴ്സ് ആണ്. അതായത് അദ്ദേഹം പറയുന്നത് ഭാഗിക സത്യങ്ങളാണ്, എന്നാൽ പൂർണ്ണ സത്യങ്ങളല്ല. ചില ഭാഗിക സത്യങ്ങളെ ഒരാശയം പറയാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഫാക്റ്റ് എന്നുള്ളത് പ്രേക്ഷകരോട് പറഞ്ഞു തരണം. രണ്ടാമത്, അലക്സാണ്ടർ ജേക്കബ് സാറ് കേരള പോലീസിൻ്റെ വളരെ ഉന്നതമാകുന്ന ഒരു റാങ്കിലൊക്കെ ഇരുന്ന ഉദ്യോഗസ്ഥനാണ്, റിട്ടയറായിരിക്കുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഒരു സാമൂഹിക സ്പർദ്ധയ്ക്ക് കാരണമായിത്തീരുന്ന വിഷബീജങ്ങൾ, വിത്തുകൾ വിതയ്ക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് 2 വാക്ക് പറയണമെന്ന് തോന്നി. അദ്ദേഹം റിട്ടയർമെൻ്റ് ഒക്കെ ആയെങ്കിലും അദ്ദേഹത്തിന് അറിയാത്തതല്ല അങ്ങനെയുള്ള പരാമർശങ്ങൾ എങ്ങനെയാണ് സമൂഹം അത് എടുക്കാൻ പോകുന്നത്. അലക്സാണ്ടർ ജേക്കബ് സാർ ഇന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആക്റ്റീവായിട്ടുണ്ടായിരുന്നെങ്കിൽ, വേറെ ഒരാളാണ് അത്തരമൊരു പരാമർശം നടത്തുന്നതെങ്കിൽ അദ്ദേഹം തന്നെ കേസെടുക്കുമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒന്ന് ശരിയാക്കി പറയണമെന്ന് തോന്നി. ഈ 2 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഒന്നാമത് ഫാക്ച്വൽ എറേഴ്സ്. യഹൂദന്മാർ ക്രിസ്ത്യാനികളുടെ എപ്രകാരമുള്ള ശത്രുക്കളാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, 12 അപ്പോസ്തലന്മാരിൽ 11 പേരും രക്തസാക്ഷികളായി തീർന്നത് യഹൂദന്മാരുടെ കൈകൊണ്ടാണെന്ന് ഈ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു. അതായത് യഹൂദന്മാരാരെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവരാണ്. മാത്രമല്ല യഹൂദന്മാർ അപ്പോസ്തലന്മാരിൽ 11 പേരെയും രക്തസാക്ഷിയാകുവാൻ സഹായിച്ചവരാണ്, അല്ലെങ്കിൽ കൊന്നവരാണ് എന്നാണ് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ ചരിത്രം പഠിക്കുന്ന കൂട്ടത്തിലാണ്. വേദപുസ്തകം മാത്രമല്ല, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി കൂടിയാണ്. ക്രിസ്തീയ ചരിത്രം മാത്രമല്ല, എല്ലാ ചരിത്രവും വായിക്കാനും അറിയാനും ഒക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സംശയം തോന്നി, അങ്ങനെയാണോ, അത് ശരിയാണോ, ഫാക്ച്വൽ ആണോ അദ്ദേഹം പറഞ്ഞത് അല്ലെന്നുള്ളതാണ് സത്യം. അപ്പോസ്തലന്മാരിൽ വിരളിൽ എണ്ണുവാൻ കഴിയുന്ന 3-4 പേര് ഒഴിച്ച് ബാക്കിയുള്ളവർ രക്തസാക്ഷികളായി തീർന്നത് യഹൂദന്മാരുടെ കൈകൊണ്ടല്ല. നമുക്ക് തന്നെ അറിയാവുന്ന ഉദാഹരണങ്ങളില്ലേ? സെന്റ് തോമസ് ലിഹ രക്തസാക്ഷിയായി തീർന്നത് ഇന്ത്യയിൽ വെച്ചാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് യഹൂദന്മാരാണോ അദ്ദേഹത്തെ കൊന്നത്? ഇനി സെയിൻറ്റ് പീറ്റർ, പത്രോസ് രക്തസാക്ഷിയായി തീർന്നത് എവിടെയാണ്? റോമിൽ വെച്ചാണ്. യഹൂദന്മാരാണോ അദ്ദേഹത്തെ കൊന്നത്, അതോ റോമാക്കാരാണോ? ഇനി അപ്പോസ്തലനായ പൗലോസ് ലീഹ തന്നെ രക്തസാക്ഷിയായി തീർന്നത് നീറോ ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ വെച്ചാണ്. പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇനിയും മറ്റാരാണ്? പൗലോസിനെ കുറിച്ച് അദ്ദേഹം ഒരു പരാമർശം പറയുന്നു, പൗലോസിനെ കല്ലെറിഞ്ഞത് യഹൂദന്മാരാണെന്ന് പറഞ്ഞു. ഭാഗികമായ സത്യമാണ്. കാരണം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ ലുസ്രയിലുണ്ടാകുന്ന സംഭവങ്ങൾ, പൗലോസിലൂടെ നടന്ന വലിയൊരു അത്ഭുത സൗഖ്യമൊക്കെ കണ്ടിട്ട് പൗലോസിനെയും തന്നോട് കൂടെയുള്ള ബർണബാസിനെയും ദേവന്മാർ നമ്മുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന പേരിൽ ആരാധിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞ പൗലോസിനെയും
ബർന്നബാസിനെയും ജനക്കൂട്ടം ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ യഹൂദന്മാർ ഒരു പ്രേരക ഘടകമായി തീർന്നു എന്നുള്ളത് സത്യമാണ്. ഇക്കോന്യയിൽ നിന്ന് വന്ന യഹൂദന്മാർ ഈ മോബിനെ, പൗലോസിനും ബർന്നബാസിനും എതിരായി തിരിഞ്ഞ മോബിനെ ഒന്ന് പ്രേരിപ്പിച്ചു, ഉത്സാഹിപ്പിച്ചു, കല്ലെറിയുവാൻ ഉത്സാഹിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. അതൊരു പാർഷ്യൽ സത്യമാണ്. പക്ഷേ അപ്പോസ്തലന്മാരിൽ 3-4 പേര് ഒഴിച്ച് എല്ലാവരും യഹൂദന്മാരുടെ കയ്യാലല്ല മരിച്ചത്. മത്തിയാസ്, അതുപോലെ തന്നെ ചെറിയ യാക്കോബും വലിയ യാക്കോബും. ചെറിയ യാക്കോബ് എന്ന് പറയുമ്പോൾ അതാരാണെന്നുള്ളതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. യേശുവിൻ്റെ സഹോദരനാകുന്ന യാക്കോബാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. കാത്തലിക് ചർച്ചൊക്കെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല, അത് വിവാദ വിഷയങ്ങളായതുകൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതിൽ മത്തിയാസ് യൂദയ്ക്ക് പകരം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഇനിയും യേശുവിൻ്റെ ശിഷ്യന്മാരിൽ, അപ്പോസ്തലന്മാരിൽ സബദീപുത്രനാകുന്ന യാക്കോബിനെ കൊന്നത് യഹൂദന്മാരല്ല എന്നുള്ളതാണ് ഫാക്റ്റ്. കാരണം ഹെരോദാവാണ് കൊന്നത്. ഹെരോദാവ് ഏദോംകാരനാണ്, യഹൂദനല്ല. അപ്പോൾ എൻ്റെ അലക്സാണ്ടർ ജേക്കബ് സാറേ, താങ്കൾ പറഞ്ഞത് ഫാക്ച്വൽ അല്ല. ശിഷ്യന്മാരിൽ 2-3 പേരെയാണ് ഈ പറഞ്ഞതുപോലെ യഹൂദന്മാരുടെ കയ്യാൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ സുവിശേഷ യാത്രയിൽ യവനന്മാരാലോ ഇന്ത്യക്കാരാലോ ഒക്കെ കൊല്ലപ്പെട്ടവരാണ് അപ്പോസ്തലന്മാർ എന്നുള്ളത് ഒരു ഫാക്റ്റ്. പിന്നെ താങ്കളത് പറയാൻ കാരണം ഈ ക്രിസ്ത്യാനികളെ അത്ര സഹായിച്ചിട്ടുള്ളവരൊന്നും അല്ല യഹൂദന്മാർ കേട്ടോ എന്ന ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. പക്ഷേ അത് ചരിത്രത്തെ വക്രീകരിച്ചുകൂടായിരുന്നു എന്നുള്ളതാണ് സത്യം. യഹൂദന്മാർ ക്രിസ്ത്യാനികളുടെ ശത്രുവായിരുന്നു. ആരംഭകാലം മുതൽ തന്നെ അങ്ങനെയായിരുന്നു. അത് സ്വാഭാവികമല്ലേ? കാരണം യഹൂദന്മാർ ക്രൂശിച്ച യേശുവിൻ്റെ മാർഗം വളരുന്നത് കാണുമ്പോൾ അവർക്ക് അതിനോട് മമതയൊന്നും തോന്നുകയില്ലല്ലോ. അത് സ്വാഭാവികമാണ്. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു പരാമർശം, ഈ അറബികൾ ചരിത്രത്തിൽ യഹൂദന്മാരെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. AD 300 വരെ അറബികളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ആൻറ്റിസെമിറ്റിക് ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും അറബികൾ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തു എന്ന് അദ്ദേഹം പറയുന്നു. ഇതും പാർഷ്യൽ ഫാക്റ്റാണ്. യഹൂദന്മാരും ക്രിസ്ത്യാനികളും ചരിത്രത്തിൽ പല സമയങ്ങളിൽ ഈ പറഞ്ഞ അറബികൾ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ സാറ് മനഃപൂർവ്വമായിട്ട് പറയാത്ത ഒരു കാര്യം എനിക്ക് പറഞ്ഞാൽ മതിയാകുള്ളൂ. ഈ AD 300 വരെയുള്ള അറബികൾ എന്ന് പറഞ്ഞാൽ അവർ ഇന്നത്തെ പോലും മുസ്ലിങ്ങളല്ല സാറേ. കാരണം ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടത് 7-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോഴുള്ള പ്രശ്നം അറബുകൾ എന്നുള്ളതല്ല. സാറത് പറഞ്ഞില്ലെങ്കിൽ പോലും കേൾക്കുന്ന നമുക്കത് മനസ്സിലാകുമല്ലോ. അപ്പോൾ അതൊന്ന് വക്രീകരിച്ച് പറയുകയാണ്. അറബുകൾ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്തു എന്ന ഒരു ധാരണ വരുത്തുന്നത് പോലെ താങ്കൾ സംസാരിക്കുകയാണ്. മുസ്ലിങ്ങൾ ക്രിസ്ത്യൻസിനെ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഗൾഫിലെ കാര്യമൊക്കെ പെടുന്നു, ഗൾഫിലൊക്കെ ജോലിക്കൊക്കെ കേരളത്തിൽ നിന്ന് പോയവരെയൊക്കെ സപ്പോർട്ട് ചെയ്തില്ല എന്നൊക്കെ സാറ് ചോദിക്കുന്നു. ഇതിനൊക്കെ ഒത്തിരി ചരിത്രപരമാകുന്ന എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അല്പമൊന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, കുഴപ്പമില്ലല്ലോ. ചരിത്രം പഠിപ്പിക്കുന്നത് നല്ല കാര്യമല്ലേ? ചരിത്രം നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ഹിസ്റ്ററി പഠിക്കണമെന്ന് പറയുന്നത്. 3-ാം നൂറ്റാണ്ടും 4-ാം നൂറ്റാണ്ടും ഒക്കെ അറബുകൾ യഹൂദന്മാരെ നിശ്ചയമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ 7-ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെടുന്നത്. ഇസ്ലാം സ്ഥാപിക്കപ്പെട്ട ശേഷം, ചെറിയ ഉദാഹരണം, മുഹമ്മദ് നബിയുടെ അവസാന യുദ്ധങ്ങൾ ആർക്കെതിരെയായിരുന്നു സാറേ? AD 628 നടന്ന ഖൈബർ യുദ്ധം, അതായത് ഖൈബർ പ്രദേശത്ത് നടന്ന യുദ്ധത്തിൽ ഒരു ജൂയിഷ് സെറ്റിൽമെൻറ്റിനെതിരെയായിരുന്നു. ഈ ഇസ്ലാമിൻ്റെ തന്നെ ചില പാരമ്പര്യങ്ങളിൽ പറയുന്നുണ്ട്, അവിടെ വെച്ചാണ് മുഹമ്മദ് നബിക്ക് പോയിസൺ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഈ കഥ സാറിന് അറിയാമായിരിക്കുമല്ലോ. ആരാ കൊടുത്തത്? ഒരു യഹൂദ സ്ത്രീയാണ് കൊടുത്തത്. തൻ്റെ ബന്ധുക്കൾ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ പകരം വീട്ടിലെന്ന വണ്ണം. പിന്നെ മുസ്ലിങ്ങളുടെ പാരമ്പര്യങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സത്യമാണ്, ആ പോയിസണിങ് മുഹമ്മദ് നബിയുടെ ആരോഗ്യത്തെ ഹനിച്ചു. AD 632 അദ്ദേഹം മരിക്കുന്നിടം വരെ ആ ഒരു പോയിസണിങ്ങിൻ്റെ ക്ഷീണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതൊക്കെ ചരിത്ര സത്യമാണ്. ഇനിയും AD 632 ലാസ്റ്റ് യുദ്ധം മുഹമ്മദ് നയിച്ചത്, പ്രത്യക്ഷത്തിൽ യുദ്ധമുണ്ടായില്ലെങ്കിൽ പോലും അത് നയിച്ചത് റോമൻ ബാസന്റൈൻ ഭരണകൂടത്തിനെതിരെയാണ്. ബാസന്റൈൻ പല റൂളേഴ്സും അതിനുശേഷം വന്ന് മുഹമ്മദ് നബിക്ക് കീഴടങ്ങി, അല്ലെങ്കിൽ അവർ ഈ പറഞ്ഞതുപോലെ ഈ ഇസ്ലാം പക്ഷത്തിലേക്ക് വന്നു എന്നുള്ളത് ചരിത്രത്തിലെ സത്യമാണ്. അപ്പോൾ യഹൂദന്മാർക്കെതിരെയും ക്രിസ്ത്യാനികൾക്കെതിരെയും പേഴ്സണലി മുഹമ്മദ് നബി തന്നെ യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ടെന്നുള്ള ഫാക്റ്റ് താങ്കൾ കണ്ടില്ല എന്ന് നടിച്ചു. കാരണം താങ്കൾക്ക് വേണ്ടത്
ഇങ്ങനെയൊരു പരാമർശമായിരുന്നു. ക്രിസ്ത്യാനികൾ ഇപ്പോൾ തന്നെ ഇറാനെതിരെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനാണ് യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത്? യഹൂദന്മാർ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവരല്ലേ? ശരിക്കും ഈ അറബുകൾ ക്രിസ്ത്യാനികളെയും പിന്നെ യഹൂദന്മാരെയും ഒക്കെ സപ്പോർട്ട് ചെയ്തവരല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യരുത് എന്നൊക്കെയാണ് താങ്കൾ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി താങ്കൾ ഉപയോഗിച്ച ആ ഒരു ചരിത്ര സത്യങ്ങൾ അത് വക്രീകരിച്ചതാണ്, പാർഷ്വൽ ഫാക്ട്സ് ആണ്, പൂർണ്ണമായ സത്യമല്ല എന്നാണ് ആദ്യമേ തന്നെ ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. താങ്കൾ ഒരു ക്രിസ്ത്യാനിയാണല്ലോ, അപ്പോൾ തന്നെ ഈ ക്രിസ്ത്യൻ ഹിസ്റ്ററി കുറച്ചുകൂടെ വ്യക്തതയോടുകൂടെ പഠിക്കുക. അപ്പോസ്തലന്മാർക്ക് എന്ത് സംഭവിച്ചു, ആരാണ് അവരെ കൊന്നത്, നമ്മുടെ ഒരു പ്രത്യേക പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഡേറ്റ എല്ലാവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് ചാറ്റ് GPT ഒക്കെ കാലം. ആളുകൾക്ക് എന്ത് വാർത്തയും എന്ത് ഡേറ്റയും വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണെന്നുള്ളത് നമ്മൾ ആരും മറന്ന് പോകരുത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും സപ്പോർട്ട് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അവരെ അത് ഉപദ്രവിക്കാഞ്ഞത്? ആന്റിസെമിറ്റിസത്തിന്റെ കാലത്താണെങ്കിൽ പോലും ഉപദ്രവിക്കാതിരുന്നതിന്റെ കാലം എന്താണ്? എന്തുകൊണ്ടാണ് ഗൾഫിൽ ക്രിസ്ത്യാനികൾ അലൗഡായിട്ട് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉണ്ടായിരുന്നതിന്റെ കാരണം എന്താണ്? അതിനകത്തും ചെറിയൊരു ഫാക്ച്വൽ എറർ താങ്കൾ കാണിച്ചിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും എല്ലാം ഒരുപോലെ ഗൾഫ് രാജ്യങ്ങൾ സ്വീകരിച്ചു. സത്യമാണ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഈ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. അതായത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ IPS ഒക്കെ കിട്ടിയത് കൊണ്ട് പിന്നെ വിദേശത്ത് പോകാനുള്ള ജോലിയൊന്നും അന്വേഷിക്കേണ്ട കാര്യം വന്നിട്ടില്ല. താങ്കൾ എൻ്റെ അറിവ് വെച്ച് താങ്കൾ ബാങ്ക് ജോലി വേണ്ടെന്ന് വെച്ച് ഒരു കോളേജ് ലെക്ചർ സ്ഥാനം വേണ്ടെന്നൊക്കെ വെച്ചിട്ട് ആണ് IPS ഒക്കെ കിട്ടി ഇന്ത്യൻ പോലീസ് സർവീസിൻ്റെ മേധാവിത്വത്തിൽ വന്നത്, കേരളത്തിൽ ഉന്നതനാകുന്ന ഉദ്യോഗസ്ഥനായി മാറിയത്. അതുകൊണ്ട് താങ്കളെ സംബന്ധിച്ചിടത്തോളം വിദേശ ജോലികളുടെ പരസ്യങ്ങളൊന്നും നോക്കിക്കാണത്തില്ല. പക്ഷേ എൻ്റെയൊക്കെ യൗവന പ്രായത്തിൽ, അതായത് ഞങ്ങൾ ജോലി അന്വേഷിക്കുന്ന കാലത്ത് ഈ ഗൾഫ് വേക്കൻസീസ് നോക്കുമ്പോൾ അന്ന് പത്രങ്ങളിൽ വരുന്ന പരസ്യങ്ങളിൽ ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് മിക്ക പരസ്യങ്ങളിലുണ്ടായിരുന്നു. പ്രത്യേകിച്ചും സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഒൺലി മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ്. ഇതൊരു ഫാക്റ്റാണ് സാറേ, ഒൺലി മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ്. അതൊക്കെ ഇപ്പോഴാണ് മാറിയത് കേട്ടോ, ഈ അടുത്ത സമയത്താണ് മാറിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒൺലി മുസ്ലിംസ് എഴുതാഞ്ഞത് കൂട്ടത്തിൽ ക്രിസ്ത്യൻസ് കൊണ്ട് എഴുതിയത്? അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, യഹൂദന്മാരോടും ക്രിസ്ത്യൻസിനോടും ഇസ്ലാമിന് അനുഭാവപൂർവമാകുന്ന ഒരു സമീപനം മുഹമ്മദ് നബിയുടെ കാലം മുതലേ ഉണ്ട്. 2 യുദ്ധങ്ങൾ ചെയ്തെന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇവരെ കണക്കാക്കുന്നത് പീപ്പിൾ ഓഫ് സ്ക്രിപ്ചർ എന്നാണ്. അതായത് വേദത്തിൻ്റെ മക്കൾ, നമ്മുടെ ഭാഷയിൽ വേദപുസ്തകത്തിൻ്റെ മക്കൾ. യഹൂദന്മാർ തോറയുടെ മക്കളാണ്, ക്രിസ്ത്യൻസ് ഇഞ്ചീലിൻ്റെ മക്കളാണ്. അപ്പോൾ ഇവരെ ആദ്യ പ്രമാണങ്ങളുടെ ആദ്യവേദങ്ങളുടെ മക്കളായതുകൊണ്ട്, സ്ക്രിപ്ചറിൻ്റെ മക്കൾ, പീപ്പിൾ ഓഫ് ഓർ ചിൽഡ്രൻ ഓഫ് സ്ക്രിപ്ചർ ആയതുകൊണ്ട് അവരെ എല്ലാ ഇസ്ലാം രാജ്യങ്ങളിലും ആ ദേശത്തിൻ്റെ സബ്ജക്ട്സ് ആക്കി, അതായത് പ്രജകളാക്കി നിലനിർത്താൻ ഉള്ള അനുവാദം ആദ്യകാലം മുതലേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഈ യഹൂദന്മാരും ക്രിസ്ത്യൻസും ഇസ്ലാമും ഒരേ എബ്രഹാമിക് റിലീജിയനിൽ നിന്ന് വന്നതായതുകൊണ്ട് ഇതിനകത്ത് വിശ്വാസങ്ങളിൽ പല സാമ്യങ്ങളുള്ളത് കൊണ്ട് ആരംഭകാലം മുതൽ തന്നെ അങ്ങനൊരു മമത ഈ ഇസ്ലാം ഈ 2 വിഭാഗത്തോട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനിറ്റിയും ജൂയിഷ് റിലീജിയനും ഒക്കെ ഇസ്ലാമിന് ഈക്വൽ ആയിരുന്നു എന്നാണോ? അല്ല. ഈ ക്രിസ്ത്യൻസിനും യഹൂദന്മാർക്കുമൊക്കെ പ്രത്യേക നികുതികളൊക്കെ കൊടുത്തുകൊണ്ട് ഈ ദേശത്ത് പൗരന്മാരായിട്ട് കഴിയാനുള്ള അവകാശമുണ്ടായിരുന്നു. ഇതാണ് ഗൾഫ് രാജ്യങ്ങളിൽ, ഇസ്ലാം രാജ്യങ്ങളിൽ ക്രിസ്ത്യൻസിന് ഓപ്പണിംഗ് ഉണ്ടാകാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം അല്പം ഓയിൽ പൊളിറ്റിക്സിൻ്റെ ചരിത്രമാണ്. എന്താണ് ഓയിൽ പൊളിറ്റിക്സ്? അറിയാമല്ലോ, ഈ യുദ്ധങ്ങളുടെയൊക്കെ പിന്നിൽ നടക്കുന്നത് മതമൊന്നുമല്ല സാറേ, ഇതിനകത്ത് ഓയിൽ പൊളിറ്റിക്സ് ആണെന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. ഈ ട്രംപ് ഇതിനകത്തൊക്കെ മുൻപിൽ ചാടി നിൽക്കുന്നതിൻ്റെ കാരണം ഗൾഫിലുള്ള ഓയിലാണെന്ന് ആർക്കാണ് അറിയാത്തത്? എന്താ ഓയിൽ പൊളിറ്റിക്സിൻ്റെ ചരിത്രം? അറബ് ദേശങ്ങളിൽ ഇത്രയും ഫോസിൽ ഫ്യൂവലുള്ള ദേശം, ഇവർ ശരിക്കും നിധിയുടെ മണ്ടയ്ക്ക് ഇരിക്കുന്നവരായിരുന്നു. പക്ഷേ ഈ നിധി എങ്ങനെ കുഴിച്ചെടുക്കുന്നു ഇവർക്കറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് ഈ അമേരിക്കൻ കമ്പനികളും ഈ പാശ്ചാത്യ ബ്രിട്ടീഷ് കമ്പനികളും ഒക്കെ വന്നിട്ട് ഗൾഫിലെ ഓയിൽ പുറത്തെടുക്കാനുള്ള ഒരു സംവിധാനം ഒരുങ്ങിയത്. അങ്ങനെയാണ് ഈ നിധി പുറത്തു വന്നത്, ഗൾഫ് രാജ്യങ്ങൾ സമ്പന്ന രാഷ്ട്രങ്ങളായി മാറിയത്. ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഈ പറഞ്ഞ ബ്രിട്ടീഷ് അമേരിക്കൻ കമ്പനികൾക്കായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും
ബ്രിട്ടീഷ് അമേരിക്കൻ കമ്പനികളെ ഇവർക്ക് ഒടിച്ചുവിടാൻ പറ്റത്തില്ല. പണ്ടത്തെ കഥ ഞാൻ പറയുന്നത് കേട്ടോ, ചരിത്രമാണ് പറയുന്നത്. അറബ് ദേശങ്ങളിലെല്ലാം ഈ പറഞ്ഞ അമേരിക്കൻ കമ്പനികൾ, സായിപ്പുമാർ വന്നിട്ട്, ബ്രിട്ടീഷുകാർ വന്നിട്ട് അവരാണ് ഈ ഓയിൽ കമ്പനികളൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ ലോക്കൽ സുൽത്താൻമാർക്ക്, അവിടുത്തെ റൂളേഴ്സിനാണ് അതിൻ്റെ ബെനിഫിറ്റ്, രാജാക്കന്മാർക്കാണ് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വെസ്റ്റേൺ കൺട്രിയിൽ നിന്ന് വരുന്ന ആളുകൾ ക്രിസ്ത്യൻസാണ്. അതുകൊണ്ട് തന്നെ ഒള്ളി മുസ്ലിം എന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഈ പറഞ്ഞ ഒരു ക്രിസ്ത്യൻ സ്വാധീനം അവിടുത്തെ ഓയിൽ മേഖലയിൽ ശക്തമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പരസ്യങ്ങളിൽ ഒള്ളി മുസ്ലിംസ് ആൻഡ് ക്രിസ്ത്യൻസ് എന്നൊക്കെ അടിച്ചു വരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇത്തരം ചരിത്രങ്ങളൊന്നും നമുക്ക് മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഗൾഫിലേക്ക് ഒത്തിരി ക്രിസ്ത്യൻസ് ഒരു കാലഘട്ടത്തിൽ കയറിപ്പോയത്. ക്രിസ്ത്യൻസിനെ പുറന്തള്ളാൻ കഴിയാത്തതിൻ്റെ 2 റീസൺസ് ഞാൻ പറഞ്ഞു. ഞാനിത് ഈ വീഡിയോ ഒത്തിരി ദീർഘമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്നൊക്കെ പറഞ്ഞു തരാനുണ്ട്. സാറിനെ പോലെ ഒരു കോളേജ് ലെക്ചറായിരുന്ന, IPS ഒക്കെ നേടിയ ഒരാളിപ്പോൾ സാമൂഹിക ജ്ഞാനമില്ലാതെ നേടത്തില്ലല്ലോ. പിന്നെ PhD ഒക്കെ ചെയ്ത ഒരാളെന്ന നിലയിൽ സാറിനെ ഒന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. സാറിന് ചരിത്രം അറിയാഞ്ഞിട്ടല്ല. പക്ഷേ എന്തുകൊണ്ടോ ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ, റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ പല പ്രസംഗവേദികളൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ ആളുകളെ സന്തോഷിപ്പിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു എന്നാണ് ഞാനങ്ങ് അനുമാനിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ സന്തോഷിപ്പിച്ച് നിർത്തുക, എന്നെപ്പോലുള്ള ഒരാൾ പഠിച്ചിട്ടുള്ള സത്യങ്ങൾ പോലും, ചരിത്രം പോലും സാറ് തമസ്കരിച്ചപ്പോൾ, അതിനെ ഒതുക്കി മാറ്റി നിർത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരെയോ സന്തോഷിപ്പിക്കുവാൻ, വേദികൾ കിട്ടുവാൻ വേണ്ടി താങ്കൾ അത് ചെയ്യുന്നുവെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ വാക്കുകൾ പരുഷമാകുന്നെങ്കിൽ ക്ഷമിക്കുക. കാരണം താങ്കളെപ്പോലെ ഔന്നിത്യമുള്ള ഒരു പൊസിഷനിൽ നിന്നൊരു വ്യക്തി ഇത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ ചരിത്രത്തെ തമസ്കരിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ വാദമെന്ന് പറയുന്നത്. യഹൂദന്മാരും ക്രിസ്ത്യാനികളും തമ്മിൽ ശത്രുക്കളാണോ? തീർച്ചയായിട്ടുമാണ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെന്തിനാണ് ഇപ്പോൾ ഈ ക്രിസ്ത്യൻസ് ഈ പറഞ്ഞ യഹൂദന്മാരുടെ ഈ യുദ്ധക്കൊതിയെ സപ്പോർട്ട് ചെയ്യുന്നത്? സാറിൻ്റെ പഴയ വീഡിയോകൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ ഇസ്രായേലിനെ പരാമർശിക്കുന്ന യുദ്ധവിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ്, ഇസ്രായേൽ തലകുത്തി മറിഞ്ഞു നിന്ന് ശ്രമിച്ചാൽ കർത്താവിൻ്റെ മടങ്ങി വരവിന് മുമ്പ്, സമഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് അവരുടെ സ്വപ്നങ്ങളൊന്നും പൂവണിയുകയില്ല. ഇത് എടുത്തിയാട്ടമാണ്, ധൃതി പിടിക്കലാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. യുദ്ധങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ, സമാധാനം ഉണ്ടാകണമെന്നുള്ള ആശയങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലും ഞാൻ കഴിഞ്ഞ പാഠഭേദങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടല്ല ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ചില ഫാക്റ്റ്, താങ്കൾ പറഞ്ഞതിൽ ഒരു അപകടം ഒളിച്ചിരിപ്പുള്ളത് കൊണ്ട് ചില ഫാക്റ്റ് ജനത്തിന് മുമ്പിലേക്ക് എത്തിയേ മതിയാകുള്ളൂ. താങ്കൾ പറഞ്ഞു വെക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, സാമൂഹിക സ്പർദ്ധ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. അതായത് താങ്കൾ പറഞ്ഞു വെക്കുന്നു, ഈ ട്രംപിൻ്റെ ഭരണകൂടം പോലെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ പല ഭാഗത്തൂടെ ഈ പറഞ്ഞ ഇസ്ലാം ദേശങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ്, അതിനെ തുടച്ചു നീക്കാനുള്ള ശ്രമമാണ്. അവസാനം പാകിസ്ഥാൻ്റെ വരെ കാര്യം താങ്കൾ പറഞ്ഞു. ഒരു ഭാഗത്തുനിന്ന് ട്രംപിൻ്റെ കൂട്ടർ പാകിസ്ഥാനെ അടിക്കുമ്പോൾ മറുഭാഗത്തുനിന്ന് ഇന്ത്യ പാകിസ്ഥാനെ അടിക്കും എന്നൊക്കെ താങ്കൾ പറയുന്ന ചില പരാമർശങ്ങൾ, അതിൻ്റെ അപകടം എന്താണെന്നറിയാമോ? ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അവർ വലിയ ആശങ്കയിലാണ്, അവർ വലിയ ഇൻസെക്യൂരിറ്റിയിലാണ്. ആ ഇൻസെക്യൂരിറ്റിയിൽ അല്പം കൂടെ തീയിടുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ അപകടത്തിലാണ് എന്നാണ് താങ്കൾ പറയുന്നതിൻ്റെ അർത്ഥം. താങ്കൾ ഇന്ന് പോലീസ് മേധാവിത്വത്തിലുണ്ടായിരുന്നെങ്കിൽ, മറ്റാരെങ്കിലുമായിരുന്നു അത്തരം ഒരു പരാമർശം നടത്തുന്നതെങ്കിൽ അത് വലിയ പ്രശ്നമാകുമായിരുന്നു. ഇവിടെ സാമൂഹിക സമത്വത്തോടുകൂടെ, സാഹോദര്യത്തോടുകൂടെ കഴിയേണ്ട വിഭാഗങ്ങൾക്കിടയിൽ പിന്നെയും സ്പർദ്ധയുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാനതിനെ കാണുന്നു. അത് അപകടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മറുപടികൾ നൽകുന്നത് പ്രസക്തമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ കാലത്ത് ഈ ക്രിസ്ത്യൻസും ഇസ്ലാമും തമ്മിൽ എന്തോ വലിയ ശത്രുതയാണെന്നുള്ള വിധത്തിൽ പ്രചരിപ്പിക്കുന്ന ചില പ്രചരണങ്ങളുണ്ട്. ശത്രുതയുണ്ടാകാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ആ ശത്രുതയെ പിന്നെയും വർദ്ധിപ്പിക്കുന്ന വിഷവിത്തുകളായി മാറുകയാണ്. ആളുകൾ അത് കേൾക്കുമ്പോൾ ശരിയാണെന്നൊക്കെ ക്രിസ്ത്യൻസ് എല്ലാം കൂടി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻസ് നമ്മുടെ ശത്രുക്കളാണ് എന്ന് ഒരു വിഭാഗത്തിൻ്റെ മനസ്സിൽ ഒരു ചിത്രമിട്ട് കൊടുക്കുകയാണ്. അത് അപകടകരമാണ് സാറേ, അത് അപകടകരമാണ്. മറിച്ച് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ തീക്കകത്ത് എണ്ണ ഒഴിക്കുകയല്ല, വെള്ളം ഒഴിച്ച് കെടുത്തുകയാണ് ശരിയായ ഒരു സാമൂഹിക ഉത്തരവാദിത്വമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ
സാറ് ചരിത്രത്തിൻ്റെ ഒരു ഭാഗം പറഞ്ഞു. മറുഭാഗത്ത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചിട്ടുണ്ട്. ആന്റി സെമിറ്റിക് കാലഘട്ടത്തിൽ യഹൂദന്മാരെ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെങ്കിൽ ഇങ്ങേപ്പുറത്ത് ഇസ്ലാം ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൻ്റെ ഒത്തിരി ചരിത്രമുണ്ട്. ഇന്നും അത് സംഭവിക്കുന്നു. നൈജീരിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. കൂട്ടക്കൊല നടക്കുന്നു. ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ വർഷങ്ങളിൽ 1915, 1918 വരെയൊക്കെ 3 മില്യൺ ക്രിസ്ത്യാനികളെയാണ് ഇസ്ലാം തീവ്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എക്സ്ട്രീമിസ്റ്റ് ആ ഒരു വിചാരധാരയുടെ പേരിൽ കൊന്നെടുക്കുവാനൊക്കെ ഇടയായി തീർന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടക്കുന്നുണ്ട്. നമ്മളെ ഈ എരുതിയിൽ എണ്ണയൊഴിക്കുകയല്ല വേണ്ടത്, മറിച്ച് അവിടെ വെള്ളം തെളിച്ച് തീ കെടുത്തുവാനാണ് ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾ യഹൂദന്മാരെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ സാറ് ഒരു ഈ ക്രിസ്ത്യൻ അങ്ങനെയുള്ള ഒരു ചിന്തയുടെ ചരിത്രം പഠിക്കണം. ആന്റിസെമിറ്റിസം എന്ന് പറഞ്ഞാൽ കാത്തലിക് ചർച്ചായിരുന്നു അതിന് മുൻപിട്ട് നിന്നതെന്ന് സാറ് തന്നെ പറഞ്ഞു. ഒരു പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിനൊക്കെ ശേഷം ഇവാഞ്ചലിക്കൽ ചിന്തകളൊക്കെ വന്ന ശേഷമാണ് കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പഠനങ്ങൾ കൂടുതൽ നടന്നത്. ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെ രാഷ്ട്രസ്ഥാപനം, ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രോഫസീസ് ഒക്കെ ആളുകൾ പഠിക്കാൻ തുടങ്ങി. ശരിക്കും ഈ ക്രിസ്ത്യാനികൾ ഇന്ന് ഇസ്രായേലിനെ ഏതെങ്കിലും വിധത്തിൽ യുദ്ധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് സാറിന് തോന്നിയാൽ അത് ശരിക്കും ഇസ്രായേലിനെ അല്ല സപ്പോർട്ട് ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ ഇവാഞ്ചലിക്കൽസ് അവരുടെ വീഡിയോയിൽ പറയുന്നത്, വേദപുസ്തകത്തിൽ പറയുന്ന പ്രോഫസീസ് ഫുൾഫിൽ ആകുന്നു. ഇവിടെ യഹൂദൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിലോ അല്ലെങ്കിൽ യുദ്ധം ജയിക്കുന്നതിലോ അല്ല ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് സന്തോഷമുള്ളത്. അവർക്ക് സന്തോഷമുള്ളത് ബിബ്ലിക്കൽ പ്രോഫസീസ് നിറവേറുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന് ഒരു ചിന്തയുണ്ടായി, ബിബ്ലിക്കൽ പ്രോഫസീസ് നിറവേറാൻ വേണ്ടി നമ്മുടെ എന്തെങ്കിലും ഇൻപുട്ട് വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്ത്യൻ സയനിസം എന്ന് പറഞ്ഞ ഒരു ആശയം ഉണ്ടാകുന്നത്. അതായത് ഈ ഇസ്രായേലിന് അവരുടെ രാഷ്ട്രം സ്ഥാപിക്കാൻ നമ്മളോട് ഹെൽപ്പ് ചെയ്യണം. ഈ ക്രിസ്ത്യൻ സയനിസത്തിൻ്റെ ഭ്രാന്ത് പിടിച്ചിട്ടാണ് കുറെ പേർ ഇന്ന് പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞതുപോലെ യുദ്ധങ്ങളെ അനുകൂലിക്കുകയൊക്കെ ചെയ്ത് ക്രിസ്ത്യാനികൾക്ക് തന്നെ നാണക്കേടാകുന്നത്. ഞാനൊരു സത്യം പറയാം. എൻ്റെ മനസ്സിലുള്ള ക്രിസ്തീയ അറിവ്, എൻ്റെ അകത്തുള്ള വേദപുസ്തക വെളിപ്പാട് ഞാൻ പറയാം. സഭ മാറ്റപ്പെടുന്നത് വരെ കൃപാകാലമാണ്. ഇവിടെ അറബിയെന്നോ യഹൂദനെന്നോ ക്രിസ്ത്യാനിയെന്നോ അല്ല എങ്കിൽ പറഞ്ഞ ഹിന്ദുവെന്നോ ആ ജാതി ഈ ജാതി അങ്ങനെ വ്യത്യാസമില്ല. എല്ലാവർക്കും വേണ്ടി സുവിശേഷത്തിലൂടെ കൃപയുടെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന കാലമാണ്. മാത്സര്യത്തിൻ്റെ കാലമല്ല ഇത്. പരസ്പരം കലഹിച്ച് ഇല്ലാതായിത്തീരേണ്ട കാലം അല്ല ഇത്. അറബികളും സുവിശേഷം കേൾക്കണം, എല്ലാ പീപ്പിൾ ഗ്രൂപ്പും സുവിശേഷം കേൾക്കണം. അങ്ങനെ ഒരു കാലമാണിത്. അതുകൊണ്ട് ഈ പറഞ്ഞ യുദ്ധങ്ങളൊക്കെ സഭ ഒരിക്കൽ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട ശേഷം ഭൂമിയിൽ സംഭവിക്കും. ഈ പറഞ്ഞ രാഷ്ട്രങ്ങളൊക്കെ തമ്മിലടിക്കും. ഇതൊക്കെ ബിബ്ലിക്കൽ ഫാക്റ്റാണ്, പ്രോഫസീസ് ആണ്. പക്ഷേ അത് നിറവേറുന്നിടം വരെ പരസ്പരമുള്ള വൈര്യമോ മത്സര്യമോ ഒന്നും വേണ്ട. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിലും പറഞ്ഞു, അറബ് വംശജരൊക്കെ സുവിശേഷം കേൾക്കത്തക്കണം, വാതിലുകൾ തുറക്കണം. അതായിരിക്കട്ടെ സാറേ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മുടെ ഒരു ആഗ്രഹം. സാർ അവസാനം അത് പറയുന്നുണ്ട്, ഇവിടെ സമാധാനം ഉണ്ടാകണം, നമ്മൾ ആരുടെയും പക്ഷം പിടിക്കേണ്ട. അതിനെ ഞാനും സപ്പോർട്ട് ചെയ്യുന്നു. പാർഷ്യൽ ഫാക്റ്റ് അതിനകത്തുണ്ട്, നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യണ്ട. എന്നാൽ അതിനകത്ത് ഫാക്ച്വൽ അല്ലാത്ത വിഷയങ്ങൾ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ചരിത്രപരമാകുന്ന ചില തെറ്റുകൾ താങ്കൾ പറയുന്നു. രണ്ടാമത്തെ കാര്യം, ക്രിസ്ത്യാനികൾ ഈ പറഞ്ഞ അറബ് മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ളൊരു ചിത്രം അങ്ങനെ പ്രചരിപ്പിക്കുന്നതിലൂടെ ഇപ്പോൾ ഓൾറെഡി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ എന്തോ വലിയ വൈര്യമാണെന്ന് ആരൊക്കെയോ കൂടി പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് ഒന്നുകൂടെ സപ്പോർട്ട് കിട്ടുകയാണ്. അത് സാമൂഹിക സ്പർദ്ധ വർദ്ധിപ്പിക്കുകയാണ്. അത് എന്നെ വേദനിപ്പിക്കുന്നു, എന്നെ ഭയപ്പെടുത്തുന്നു. അതുകൊണ്ട് അത്തരം സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന സന്ദേശങ്ങൾ നമുക്ക് അപകടകരമാണെന്ന് ഞാനങ്ങ് പറയുകയാണ്. അവസാനമായ ഒരു കൺക്ലൂഷൻ പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ റോയ് പാസ്റ്ററോടൊപ്പം ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, വാളെടുക്കുന്നവൻ വാളാൽ എന്നാണ് ചരിത്രം പറയുന്നത്. യേശു കർത്താവ് പറഞ്ഞ പ്രവചനമാണ് കേട്ടോ സാറേ. അതുകൊണ്ട് വാളുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സാമ്രാജ്യങ്ങളും വാളുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മതങ്ങളുമൊക്കെ വാളുകൊണ്ട് തന്നെ തീരും എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തീയ വിശ്വാസം സ്ഥാപിക്കപ്പെട്ടത് വാളുകൊണ്ടല്ല, യുദ്ധം കൊണ്ടല്ല. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ തുറന്നു കാട്ടിയ ദൈവസ്നേഹം കൊണ്ടാണ്. സ്നേഹത്തിൻ്റെ സാമ്രാജ്യം നിലനിൽക്കും. വാളുകൊണ്ട് പണിത എല്ലാ സാമ്രാജ്യങ്ങളും, അത് യഹൂദനാണെങ്കിലും അത് യവനൻ്റെ സാമ്രാജ്യമാണെങ്കിലും എല്ലാ സാമ്രാജ്യങ്ങളും താളടിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ആസാദിയുടെ എല്ലാ പ്രേക്ഷകരെയും ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.